ഹായ് കൂട്ടുകാരെ, അസ്സലാമലൈക്കും. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നല്ലതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോണത് ഒരു ഇഡ്ഡലിയും ചട്നിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: അരി ഉഴുന്നും കൂടെ നല്ലോണം കഴുകിയിട്ട് അത് കുതിർക്കാൻ വെക്കുക. 5 മണിക്കൂർ കുതിർത്തതിന് ശേഷം അത് മൂടി വെക്കണം കേട്ടോ. എന്നിട്ട് 5 മണിക്കൂർ കുതിർത്തതിന് ശേഷം നമുക്ക് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് പാകത്തിന് ഉപ്പ്, ചോറും വെള്ളം പാകത്തിന് ഒഴിച്ചിട്ട് നമുക്കത് അരച്ചെടുക്കാം. അരച്ചെടുത്ത മാവ് ഒരു വലിയ പാത്രത്തേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അത് മൂടി വെക്കുക. അതൊരു 8 മണിക്കൂർ മൂടി വെച്ചാൽ അത് പൊന്തി വരും. അങ്ങനെ റെസ്റ്റ് എടുത്ത മാവ് ഇപ്പോൾ റെഡിയായി. ഇനി ഇത് കണ്ടില്ലേ, പൊന്തി വന്നിക്കണ്. അപ്പോൾ അതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ഇഡ്ഡലിയുടെ തട്ടെടുത്തിട്ട് അതിൽ പാകത്തിന് വെളിച്ചെണ്ണയും കൂടെ വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുത്തിട്ട് അതിൽ ഒരേ കയ്യിലെടുത്ത് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ എല്ലാ തട്ടിലും ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ച് അത് തിളപ്പിക്കാൻ വെച്ചിട്ട് അതിലേക്ക് ഈ മാവിൻ്റെ തട്ടണ്ട് ഇറക്കി വെച്ച് കൊടുക്കുക. ഇനി ഒരു 10 മിനിറ്റ് അത് മീഡിയം തീയിലിട്ടിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മളെ ഇഡ്ഡലി ഏകദേശം റെഡിയായി. ഇനി അത് ചൂടാറിയതിന് ശേഷം നമുക്കതൊരു ടീസ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് അതങ്ങനെ അടർത്തി മാറ്റാം. ഇനി ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങയും ചെറിയ ഉള്ളിയും ചുവന്ന മുളകും ഇട്ടിട്ട് നല്ല ഒരു മീഡിയം സൈസ് അരച്ചെടുത്ത് ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കടുകും വേപ്പിലയും ചുവന്ന മുളകും താളിച്ചെടുക്കാം. ഈ അരപ്പയ്ക്ക് ഒഴിച്ചു കൊടുത്തിട്ട് പാകത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് വരുന്നതോടുകൂടെ തീ ഓഫ് ചെയ്യുക. അപ്പോൾ ചട്നി റെഡിയായി. ഇതിൻ്റെ കൂടെ സാമ്പാറും കൂടെ കഴിക്കാം. എൻ്റെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ.